ഹൈവ വെൽക്കം ബാക്ക് ട്രിപ്മല്ലു ഷമീറാണേ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ വീഡിയോയാണ്. അങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുക്കുന്നതും ആ ബസ്സിലുള്ള യാത്രയും അവിടെയുള്ള കാഴ്ചകളും ഒക്കെയാണ്. ഭയങ്കര നിങ്ങളൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അവിടെ മേലെ എത്തിക്കഴിഞ്ഞാൽ മൃഗങ്ങളെ കാണാമെന്ന് മാത്രമല്ല, അവിടെയുള്ള കാഴ്ചകൾ, സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ മെയിൻ ഗേറ്റ്. ഈ ഗേറ്റ് കടന്നു പോയാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. കുറച്ച് നേരെ ആ റോഡിലെ മുന്നോട്ട് പോയാൽ പാർക്കിംഗ് ആണ്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നതാണ്. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. കുട്ടികൾക്ക് 150 രൂപയും വലിയ ആൾക്കാർക്ക് 200 രൂപയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ നേരെ മേലെ തന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ കീഴിൽ തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്. നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ കുറിഞ്ചി കഫേ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ല ഫുഡൊക്കെ തന്നെയാണ്. ഞാനൊരു ചോറും ഒരു ആംപ്ലേറ്റും കൂടി ഓർഡർ ചെയ്തു. മൊത്തം ചോറും ആംപ്ലേറ്റും കൂടി 85 രൂപയാണ് വന്നത്. നല്ല ചൂട് ചോറും നല്ല തിളച്ച വെള്ളമാണ് കുടിക്കാൻ തരാം. പക്ഷേ നല്ല തണുപ്പുള്ളത് കൊണ്ട് ആ വെള്ളത്തിന് നമുക്ക് ചൂട് ഫീൽ ചെയ്യില്ല. ഇതുപോലെ ഇവിടെയുള്ള ഓരോ ഇവരെ ടിഷ്യൂവും മഗ്ഗിനൊക്കെ അവർ ഇരവികുളം പാർക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആൾ കുറവാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന രണ്ട് സൈഡിൽ കാണുന്ന കമ്പിയല്ലേ, അതിൻ്റെ ഉള്ളിൽ ക്യൂ നിന്നിട്ടാണ് ആൾക്കാർക്ക് പോകേണ്ടത്. ആ മുമ്പ് കാണുന്നതാണ് നമുക്ക് ആ മുമ്പ് കാണുന്ന പാർക്കിങ്. വലിയ വണ്ടിക്കും കുറച്ച് നിന്നിട്ട് ചെറിയ വണ്ടിക്ക് ദൂരെ വരെയുണ്ട്. നമ്മുടെ ടിക്കറ്റിൽ പാർക്കിംഗ് ഫീസ് അടക്കം ഇൻക്ലൂഡായി. സെപ്പറേറ്റ് പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇവിടെ ബസ് ഉണ്ടാവും. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് നമ്മൾ ബസ്സിൽ പോയ ശേഷം അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് കാണാനുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സിനകത്തോട്ട് കയറാം. നമ്മുടെ ബസ് പുറപ്പെട്ടു. നമ്മളെ മെയിൻ ഗേറ്റിൽ നിന്ന് ഇതിനകത്തുനിന്ന് പോകുമ്പോൾ വലത്ത് ഭാഗത്തേക്ക് റോഡുണ്ട്, ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് പോലെയായിട്ട്. അതിനകത്തോട്ടേക്കാണ് പോകുന്നത്. റോഡ് സൈഡിൽ തന്നെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ, സീനറികൾ കാണാനുണ്ട്. ഒരു ചുരം പോലെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകുന്ന റോഡാണ്. മറ്റ് വണ്ടികൾക്ക് പ്രവേശനമില്ല. ഇവരെ വണ്ടി തന്നെയാണ് ഇത്. ഈ ബസ്സിൻ്റെ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ യാത്രയൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ വഴി സൈഡിലുള്ള കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി. നമ്മളിപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്ത് എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് നടന്നിട്ട് വേണം പോകാൻ. ബസ് ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബാത്റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഫി ഷോപ്പ് ഉണ്ട്. ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. തിരിച്ചു വരുമ്പോൾ മ്യൂസിയത്തിൻ്റെ കാഴ്ച. ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ കാഴ്ചകളും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം മുകളിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേന്, ചായപ്പൊടി, ഷർട്ട്, തൊപ്പി, ജാക്കറ്റുകൾ, പുൽത്തൈലം, അങ്ങനെയുള്ള യൂക്കാലിപ്സിൻ്റെ തൈലം, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങുന്നവർക്ക് വാങ്ങാം. സ്വെറ്റർ വേണമെങ്കിൽ, ഇച്ചിരി തണുപ്പുള്ളവർക്ക് സ്വെറ്റർ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം. സ്വെറ്റർ ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ല മൂന്നാർ ടൗണിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ ഒരുപാട് സ്വെറ്റർ വെക്കുന്ന കടകളുണ്ട്. ഈ കാണുന്ന റോഡ് വഴിയാണ് നമുക്ക് മേലോട്ട് നടക്കാനുള്ളത്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് വൺ സൈഡ്. അപ്പം ഇവിടെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയാടുകളാണ്. അപ്പോൾ വരയാടുകൾ ഇഷ്ടംപോലെ മേഞ്ഞ് നടക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഒരു വലിയൊരു മലയുടെ ഭാഗമാണ്.
ഈ മലയുടെ വരയാടാണ്. ഇതാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. ഇതുപോലുള്ള ഒരുപാട് വരയാടുകൾ സംരക്ഷിച്ചിട്ടുണ്ട് ഈ ദേശീയോദ്യാനത്തിൽ. അപ്പോൾ ഇതൊക്കെ നടന്ന് വേണം നമ്മൾ കയറാൻ. ഒരുപാട് സീനറി ഉണ്ട്. ഞാൻ വീഡിയോ ലെങ്ത് ആകുന്നതായിട്ട് അതൊക്കെ മാക്സിമം കട്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്ത മെയിൻ എൻട്രൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്ററാണ് ദൂരമുള്ളത്. 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം 2 സൈഡിലും ഉണ്ട്, അപ്പോൾ ആളുകളൊക്കെ ഉണ്ട്. ഇതൊരു കാട്ടുപൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഏരിയയിൽ. അതുപോലെ തന്നെ ആടിനെ ഞാൻ കാണിച്ചു തരാം. താഴെ കാണുന്നതാണ് നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലം. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കി എന്ത് രസമാണ്. ഫുള്ള് മഞ്ഞിൽ കുളിച്ചിട്ടല്ലേ നിൽക്കുന്നത്. ദൂരത്തോട്ടൊന്നും കാണുന്നില്ല, ഫുള്ള് മഞ്ഞായതുകൊണ്ട് അങ്ങനെ കോട പുക പിടിച്ച് കിടക്കുക. അതുപോലെ ഇവിടെ തന്നെ ഈ വരയാടുകൾക്ക് പുറമെ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഏതായാലും മറ്റു മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റില്ല. ഇതുപോലെ ചെറിയ ചെടികൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടതും ഈ പാർക്കിലുള്ള ചെടികൾ പല സ്ഥലത്തും ഇവർ ബോർഡ് വെച്ചിട്ട് ആ ചെടിയെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ നീലക്കുറിഞ്ഞിനെ പറ്റി മേലെ പറയാം. മേലെ നമുക്ക് നീലക്കുറിഞ്ഞി കാണുന്ന സമയത്ത് നമുക്ക് നീലക്കുറിഞ്ഞിയെക്കുറിച്ച് സംസാരിക്കാം. ഇതുപോലെ ഇവിടെയുള്ള ചെടികൾ, അതിൻ്റെ താഴെ തന്നെ ചെടി വെച്ച് ബോർഡ് വെച്ച് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പം ഓൾറെഡി അത് ഔട്ട് ഓഫ് ഓർഡർ ആണ്. നമുക്ക് കോയിൻ ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് ആയിരുന്നു അത്. സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, എന്താ രസം. ഇവിടെ നോക്കിയാൽ കാണും. ക്യാമറയിൽ ഇപ്പം എത്രത്തോളം കാണുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. ഇത് ഒരു അത്ഭുതമൊന്നുമല്ല. നമ്മളെ മലയിൽ നിന്ന് പൈപ്പ് വെച്ച് വെള്ളം കൊണ്ടുവന്നിട്ടൊരു നല്ലൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ട് വെച്ചേക്കാണ്. ഉറവ വെള്ളം ഡയറക്റ്റ് പൈപ്പിലേക്ക് കൂടി എടുത്തിട്ട് വിടുന്നതാണ്. അപ്പം എൻ്റെ ബാക്കിലെ പിന്നാമ്പുറ കാഴ്ച ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടുന്ന് പൈപ്പ് വരുന്നത് കണ്ടോ. ആ പൈപ്പ് വന്നിട്ട് നേരതാ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിലേക്ക് എത്തിയേക്കുക. ഒരു വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത്. മഴക്കാലത്തൊക്കെ നല്ലതാണ്. ഇപ്പം ചെറിയ വരുന്നുള്ളൂ. മഴയൊക്കെയുള്ള സമയത്ത് നല്ല വെള്ളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. ഒരു കാവ് പോലെയാണ് തോന്നുന്നത്. അവിടെ പൂജയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒരു കാവ് പോലെ ഇതിൻ്റെ നടുവിൽ തന്നെ ഒരു അമ്പലമുണ്ട്. എന്താണെന്നറിയില്ല, ഒരു ആർച്ച് കാണുന്നുണ്ട്. കുറേ ആൾക്കാർ താഴേന്ന് മതിയാക്കിപ്പോയി. ഞാനൊന്ന് കയറി നോക്കട്ടെ എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. ഒരു വഴിയൊക്കെ കെട്ടിയിട്ട് ഒരു ആർച്ചൊക്കെ കണ്ടു. ഞാൻ അതുവഴി ഒന്ന് പോയി നോക്കുകയാണ്. നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുകയാണല്ലോ.
തണുപ്പാന്ന് പറയുക. ഇതിനകത്ത് പുറത്ത് നടന്നിട്ട് എനിക്ക് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലാതെ നല്ല തണുപ്പുണ്ട്. അയ്യവ അടിപൊളി സ്ഥലം, ഇരിക്കാനുള്ള സ്ഥലം നോക്കി നിങ്ങൾ. ചൂരൽ വെച്ച മരത്തിന് ചുറ്റും ചൂരൽ കൊട്ടി ഉണ്ടാക്കിയ ഒരു അടിപൊളി സ്ഥലം ഇരിക്കാനൊക്കെ. ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. സീനറി പറഞ്ഞറിയിക്കാൻ കഴിയില്ല, കണ്ടു തന്നെ അറിയണം. അതുപോലെ നമ്മളിങ്ങോട്ട് മുന്നോട്ട് പോയി ഈ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ വരയാടുകൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് വരയാട് വളരെ കുറവാണ്. നമുക്കതാ മേലെ നമുക്ക് നേരെ ഒന്നിനെ കാണാം. അപ്പോൾ അതുപോലെ ഇന്ന് വരയാട് കുറവാണ് നമുക്ക് കിട്ടിയത്. താഴെ ഒരുപാട് ഉണ്ടായിരുന്നു വരുമ്പോൾ. അപ്പോൾ അതതിൻ്റെ ഇടയിലോട്ട് കയറിയതുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. നോക്കാം നമുക്ക് എന്താ അവസ്ഥ സംഭവിക്കുന്നത് നോക്കാം. അപ്പം വരയാടുകൾ തന്നെയാണ് ഇവിടുത്തെ മുഖ്യ ആകർഷണം. അതുകൂടാതെ മറ്റു മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മലയുടെ അപ്പുറത്തെ ഭാഗമാണ് ഡീപ്പ് ഫോറസ്റ്റ്. അപ്പം അവിടുന്ന് ഈ ഭാഗത്തേക്ക് പൊതുവേ അങ്ങനെ മറ്റു മൃഗങ്ങളിൽ ഇറങ്ങൽ കുറവാണ്. നമുക്ക് ഇതുപോലെ വരയാടുകൾ, മാൻ ഇതൊക്കെയാണ് കാണാൻ പറ്റുക. ആഹാ, നമ്മളൊരു കമാനം വഴി കയറിയില്ലേ, ആ കമാനം വഴി കയറി അതേ റോട്ടുമ്പോൾ തന്നെ വേറൊരു കമാനം വഴി നമ്മൾ പുറത്തിറക്കി. ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി ചെടി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ്. 2018 ഇനി ഏകദേശം 10 കൊല്ലത്തോളം കാത്തിരിക്കണം ഇത് പൂക്കാൻ. സൗണ്ടിൽ കഥപ്പുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നാമത് എനിക്ക് കഥപ്പുള്ളത് ഈ കുന്നു ഈ മല കയറി കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് കഥച്ചു. അതുകൊണ്ട് സംസാരത്തിലെല്ലാം കുറച്ച് കഥപ്പുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, വല്ലാത്ത കയറ്റായിപ്പോയി. അപ്പോൾ ഇതിലെ കാഴ്ചകളൊക്കെ കണ്ട് വന്നതുകൊണ്ട് പക്ഷേ ലാട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ക്യാമറ അടുത്തോട്ട് വരുന്നില്ല, വരുന്നതിന് നമുക്ക് ഷൂട്ട് ചെയ്യാം. താഴ്ഭാഗത്തൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ മേലെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് താഴേന്ന് ഷൂട്ട് ചെയ്യാതെ വന്നു. ഒരുപാട് മേലോട്ട് കയറണമെന്ന് വെച്ചിട്ട്. അപ്പോൾ നോക്കാം, ഇതിന് കുറച്ചും കൂടിയേ ഉള്ളൂ, നമുക്കിത് പോകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച നമുക്കൊന്ന് കണ്ടു നോക്കാം. മൊത്തത്തിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു കൂടാരാണ് ഉള്ളത്. ഒരു അപാര കാഴ്ച കാണിച്ചു തരാമല്ലോ, ഒരു അപാര കാഴ്ച. ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണേ. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ക്യാമറയിൽ എത്രത്തോളം എത്തുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല. ഇതാ നമുക്ക് പെർമിഷനുള്ള സ്ഥലം ഇതുവരെ ഉള്ളൂ. ഇതുവരെ നമുക്ക് പെർമിഷൻ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് പോകാൻ പെർമിഷൻ ഇല്ല. അപ്പം നമ്മളിനി വന്ന ദൂരം മുഴുവൻ തിരിച്ച് താഴോട്ട് നടക്കണം. താഴെ ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ബസ്സിൽ നമുക്ക് തിരിച്ചിട്ട് നമ്മുടെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റും. നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ കണ്ട സീൻ തന്നെയാണ്, എന്നാലും അതിൻ്റെ ഒരു ഭംഗി ഒന്ന് ഞാൻ പക്ഷെ മരങ്ങളൊക്കെ കുടുങ്ങിയാലും വേണ്ടില്ല ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഒരു ഭാഗം മാത്രമായിട്ട് കാണുമ്പോൾ അതിന് രസം ഉണ്ടാകില്ല. നമ്മൾ നേരത്തെ ഒരു വെള്ളച്ചാട്ടം പോലെ കണ്ടില്ലേ, അതൊക്കെ വരുന്നത് ആ മലയുടെ മകളിൽ നിന്നാണ്. നല്ല മഞ്ഞ് കോട കെട്ടിക്കിടക്കുന്നുണ്ട. നമ്മൾ തൊട്ടടുത്ത് മറ്റേ വരയാടിൻ്റെ കുട്ടികൾ വന്നിട്ടുണ്ട്, വരയാടും ഉണ്ട്. ഇത് ഇവിടുത്തെ വർക്കേഴ്സാണ്.
തിരിച്ചിറങ്ങി വരുമ്പം കാണുന്ന കാഴ്ച ഇത്. പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലുണ്ടാവും, മേലോട്ട് പോകുമ്പോൾ സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടാവും. ഇതെങ്ങനെ കാണും, ഇതെന്തൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നോക്കി കാണേണ്ടത്, ഒരു പിടിയുമില്ല. താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ പെയ്തു. നേരത്തെ അങ്ങനെ ടോയ്ലറ്റിൻ്റെ അവിടെ അങ്ങനെ കയറി നിന്നു. അതുകൊണ്ട് ബാക്കി ആടുകളെയൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് താഴെ എത്തി. ഇതൊരു മ്യൂസിയമാണ്. ഇതിനകത്ത് ഈ പാർക്കിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കയറിയിട്ടേ ഉള്ളൂ. വരുന്ന ആൾക്കാർ വന്ന് കയറി കാണുക. അതുപോലെ നമ്മളിത് മൂന്നാർ വീഡിയോൻ്റെ പാർട്ട് 4 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കാണാത്ത ആൾക്കാർ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല കിടുക്കാച്ചി വീഡിയോകൾ ഇനി ഒരുപാട് വരാനുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴെ ഇറങ്ങി വന്നാൽ ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കുക. ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ചായയും കടിയും, ചായ ഇല്ലായിരുന്നു, കോഫി ഉണ്ടായിട്ടില്ല ഞാൻ പോകുന്നതെന്ന്. അപ്പോൾ തിരിച്ച് നമ്മൾ ബസ്സിൽ കയറി. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 7 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. അപ്പോൾ ഒരു 4 മണിക്ക് ഇങ്ങോട്ട് കയറും. ഇവിടുന്ന് ഒരു 5-5:30 വരെ ബസ് ഉണ്ടാവുമായിരിക്കും. നമുക്ക് രാവിലെ വന്നാൽ വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വൈകുന്നേരത്തെ ബസ്സിൽ തിരിച്ച് പോവാം. അത് നമ്മുടെ സൗകര്യം പോലെയാണ്. എത്ര നേരം കൂടുതലും സ്പെൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ തിരിച്ച് അവിടെ എത്തി. നമ്മൾ യാത്ര തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. നമ്മളിപ്പോൾ ഇത് കണ്ടില്ല, ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ മൂന്നാറിലേക്കാണ് പോകുന്നത്. ഇതിന് മുമ്പത്തെ മൂന്നാർ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്ത എല്ലാ ആൾക്കാരും കാണണം. ഇപ്പോൾ നമ്മുടെ ഈ കാണുന്ന ഈ ഭാഗത്തൊക്കെ ആന ഇറങ്ങുന്ന, ഇന്ന് രാവിലെ കൂടി ആന ഇറങ്ങിയതാണ്, നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹൈവ.